77ാമത് റിപ്പബ്ലിക് ഡേ ദിനം ആചരിക്കുകയാണ്. ഈ റിപ്പബ്ലിക് ഡേ വെല്ലുവിളിച്ചുകൊണ്ട്, പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അഞ്ചലിലെ ESIയിലെ സ്റ്റാഫുകൾ ഇന്ന് പൂട്ടിയിരിക്കുകയാണ്. അഞ്ചലിലെ ESI ഹോസ്പിറ്റൽ. വളരെ ഖേദകരമാണ് ഈ കാര്യം. അധികാരിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ 11 മണിക്ക് ഞങ്ങൾ പൊതുപ്രവർത്തകർ ഇവിടെ എത്തിയപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അനവധി പേഷ്യൻറ്റുകൾ കടന്നു വന്നു. അവർക്ക് മരുന്ന് വാങ്ങാൻ അഞ്ചൽ കഴിഞ്ഞാൽ പിന്നെ അവർ പോകേണ്ടത് ഇനി ചീരങ്കാവിലേക്കാണ്. അപ്പോൾ അവരോട് കാണിക്കുന്ന ക്രൂരത, പൊതുജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളി, അവർക്ക് കിട്ടുന്ന സേവനങ്ങൾ ഇല്ലാതാക്കൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മെയിൻ തൊഴിലായി മാറിയിരിക്കുകയാണ്. രാവിലെ 8:30 പ്രവർത്തിക്കേണ്ട ഈ ESI ഹോസ്പിറ്റൽ തുറക്കുന്നത് 10 മണിക്കും വൈകുന്നേരം 4 മണിക്കും അടച്ച് പൂട്ടി പോകുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുകയാണ്. ബന്ധപ്പെട്ട് പലരും പല പരാതികളും എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞത്, ഞാനൊരു മുറിവുമായി ഇവിടെ വന്നപ്പോൾ എൻ്റെ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോകണമെന്നാണ് ഒരു സിസ്റ്റർ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു ശ്വാസം മുട്ടലുമായ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നെബുലൈസേഷൻ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലും ഈ ESI ഹോസ്പിറ്റലിൽ ഇല്ല. അവർ ഉടൻ തന്നെ അഞ്ചൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിടും. വളരെ പരിതാപകരമാണ്. ഇത് ഘടകങ്ങൾ ഇത് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. മാത്രമല്ല, കോൺടാക്ട് വ്യവസ്ഥയിലുള്ള കുറേ ഡോക്ടർമാരും സ്റ്റാഫുകളും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആര് വരുന്നു, ആര് പോകുന്നു, എത്ര അറ്റൻഡൻസ് എടുക്കുന്നു, എപ്പോൾ പോകുന്നു എന്നൊന്നും ഇവിടെ ഒരു ആരും ചോദിക്കാനില്ല. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ബോർഡിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. പക്ഷേ കൃത്യം 1 മണിക്ക് ഇതിനകത്ത് താള വീണിരിക്കും. കൂട്ടിട്ടിരിക്കും ഉദ്യോഗസ്ഥന്മാർ. അവർ ജനങ്ങളോട് വെല്ലുവിളിയാണ്, ഇവിടുത്തെ സംവിധാനത്തോട് വെല്ലുവിളിയാണ്, നിയമ സംവിധാനത്തോട് വെല്ലുവിളിയാണ്. പക്ഷേ ഇത് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരില്ല. ഇത് കൃത്യമായി ബഹുമാനപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നും ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഈ പൊതുജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകുകയും കുറ്റക്കാർക്കെതിരായ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നൂറുകണക്കിന് സാധാരണക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ ആശ്രയിച്ചെത്തുന്ന ഹോസ്പിറ്റലാണ് അഞ്ചൽ ESI ഹോസ്പിറ്റൽ. എന്നാൽ ഇന്ന് രാവിലെ 10 മണി 11 മണി സമയത്ത് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയ രോഗികൾ അവർ ആകെ വിഷമത്തോടെ ഇരിക്കുന്ന അവസ്ഥയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരുൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ ഉള്ള 14 പേർ അവർ ഹോസ്പിറ്റലിൽ പൂട്ടി കൊല്ലത്തുള്ള ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുക എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ വളരെ പരിഹാസ നിലയിൽ യാതൊരു ഇതിൻ്റെ ഗൗരവവും മനസ്സിലാക്കാതാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ സ്റ്റാഫിൻ്റെ കല്യാണത്തിലാണ് എന്ന നിലയിലാണ് പറഞ്ഞത്. എന്നാൽ അനവധി രോഗികൾ പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെ ഇവിടെ എത്തി അവർ തിരികെ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ആശ്രയിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ റീജിയണൽ മാനേജറെ, ESIയുടെ ബന്ധപ്പെട്ട കൊല്ലത്തെ റീജിയണൽ മാനേജറെ ഞങ്ങൾ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ന് ഇന്ത്യയിലെ ഒരു ESI ഹോസ്പിറ്റലുകൾക്കും അവധിയല്ല. അതാത് ഹോസ്പിറ്റലുകളുടെ സമയക്രമം എങ്ങനെയാണോ അങ്ങനെ അതാത് ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഞങ്ങൾ ശക്തമായ സമരം ഉൾപ്പെടെ നടത്തി ഇവിടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും വിവിധ ഓഫീസർമാരെ അറിയിച്ചിട്ട് പോലും ഇവർ ഒരാളെ പോലും ഇത് തുറന്ന് പ്രവർത്തിക്കാൻ, ഒരു ഡോക്ടറെയോ ഒരു അറ്റൻഡറെയോ അല്ലെങ്കിൽ ഒരു നേഴ്സിനെ പോലും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായില്ല. വൈകിട്ട് 4 മണി വരെ. ഉച്ചയ്ക്ക് ഈ പ്രശ്നം രോഗികളൊക്കെ വരുന്ന സാഹചര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബാൽ അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുകയും അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറെ അറിയിച്ചുകൊണ്ട് അടിയന്തരമായി ഈ വിഷയം അന്വേഷിക്കണമെന്നും ഇടപെടണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ ഇത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ആ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സമയത്ത് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ കല്യാണം ആഘോഷിക്കാൻ പോയ ഇവിടുന്ന് പോയ മാന്യന്മാർ ഈ ട്രാവലറിനകത്ത് വാഹനത്തിൽ ഇവിടെ തിരിച്ചെത്തിയത്. എത്തിയതിനു ശേഷവും ഇവിടെ നടന്ന പ്രതിഷേധവും ഇവിടെ ഉയർന്ന പ്രതിഷേധത്തിനും എല്ലാം തന്നെ വളരെ പുച്ഛത്തോടെയാണ് അവർ കണ്ടത്. എന്നാൽ വന്ന ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട പോലീസ് അധികാരികളും നിങ്ങളിത് തുറന്ന് അറ്റൻഡൻസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്ന ഇവിടെ പ്രതിഷേധം നടത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അകത്തേക്ക് കയറുകയും പൂട്ട് തുറന്നുകൊണ്ട് അകത്ത് കയറുകയും അറ്റൻഡൻസ് പരിശോധിച്ചു. രജിസ്റ്റർ പരിശോധിക്കുമ്പോഴാണ് അതിലും രസമെന്ന് പറയുന്നത്, ഇവിടെ വന്ന മെയിൻ ഡോക്ടറുടെ ഒപ്പ് പോലും എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. ആ അവസ്ഥ. ആ ഡോക്ടറുടെ ഒപ്പ് പോലും എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു, താങ്കൾ എവിടെയാണ് ഒപ്പ്, താങ്കൾ ഇന്ന് ഇട്ടിട്ടുണ്ടോ? അത് ഞാൻ ഇവിടെ എല്ലാം ഇന്നലെ എല്ലാം ഇട്ടിട്ടുണ്ട് എന്നാ ഡോക്ടറെ, എന്നാ സാറേ എന്നാ പറഞ്ഞത്. തൊട്ട് പിന്നാലെ ഇവരെ എല്ലാം നിയന്ത്രിക്കേണ്ട, ഇവരെ എല്ലാം കർശനമായ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകാൻ ചുമതലപ്പെടുത്തിയ ഇൻചാർജ് ആയിട്ടുള്ള ഒരു ഡോക്ടർ